അച്ഛൻ്റെയും അമ്മയുടെയും ഏറ്റവും വലിയ സ്വപ്നമാണ് അവരുടെ മകളുടെ വിവാഹം. വളരെ ആർഭാടത്തോട് കൂടിയിട്ടാണ് ഓരോ അച്ഛനമ്മമാർ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരുടെ മകളുടെ കല്യാണം ആഘോഷമാക്കി നടത്തി മറ്റൊരു വീട്ടിലേക്ക് പറിച്ചു നടന്നത്. ഉള്ളിൽ വെന്തൊരുകുന്ന വേദന ഉണ്ടെങ്കിലും വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് സ്വന്തം മകളെ മറ്റൊരു വീട്ടിലേക്ക് വിവാഹം കഴിച്ചു വിടുന്നത്. അത് ഓരോ അച്ഛനമ്മയുടെ മനസ്സിൽ അത്തരത്തിൽ തന്നെയായിരിക്കും മക്കളെ സ്നേഹിക്കുന്നത്. ഒരു മകളുടെ വിവാഹമോചനം അത് എല്ലാ അച്ഛനമ്മമാരെ സംബന്ധിച്ച് സങ്കടമുള്ളൊരു കാര്യമാണ്. അതിനും അപ്പുറം അവർക്കൊരു മാനക്കേടാണ്. അവരുടെ അഭിമാനത്തിന് ഭയങ്കര ക്ഷതമേക്കുന്ന പോലെയുള്ളൊരു ഫീലാണ് ഓരോ അച്ഛനമ്മമാർക്കുള്ളത്. അതുകൊണ്ട് തന്നെ പരമാവധി അവിടെ നീ അഡ്ജസ്റ്റ് ചെയ്തേക്ക്, സാരില്ല, കുറച്ചളവ് ശരിയാകും, ഓക്കെ ആകും, ക്ഷമിക്കേ എന്നൊക്കെ പറഞ്ഞാൽ അത് ഭർത്താവിൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണെങ്കിലും അമ്മായിമ്മയുടെ പോരാണെങ്കിലും മറ്റാരുടെ പ്രശ്നമാണെങ്കിലും എല്ലാ അച്ഛനമ്മമാരും മക്കളോട് ഇത് പറഞ്ഞു നിൽക്കും. ഇത്തരത്തിലാണ് അവരുടെ ഉപദേശം. അതുകൊണ്ട് തന്നെ പല പെണ്ണുങ്ങളും ഇപ്പോൾ പറയാറില്ല ആത്മഹത്യ എന്നുള്ള രീതിയിലേക്ക് ഒരു മുഴം കയറിലൊക്കെ അവരുടെ ജീവിതം ഒതുക്കി കളയുന്നത് ഒരു മുഖ്യ പങ്ക് അവരുടെ കെട്ടിച്ചു വിടുന്ന വീട്ടുകാരെ തന്നെ പറയണം. അവിടെ ഓടിച്ചെന്നാൽ തങ്ങൾക്ക് ഒരു സ്ഥാനം ഉണ്ടാകില്ല എന്ന് ഉറപ്പുള്ള കുട്ടികളാണ് മരണത്തിന് വഴിതേടി പോകുന്നത്. എന്നാൽ അതിനെല്ലാം അപ്പുറം ഒരച്ഛൻ തൻ്റെ മകളുടെ ഡിവോഴ്സ് വാർത്ത ബാൻഡ് മേളത്തോടു കൂടി ആഘോഷമാക്കിയൊരു കഥയല്ല, അത് റിയലായിട്ട് നടന്നൊരു സംഭവമാണ്. തൻ്റെ മകൾ വിവാഹമോചിതയായി വന്നപ്പോൾ ബാൻഡ് മേളത്തോടു കൂടി മകളെ ഭയങ്കര സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് സ്വീകരിച്ച ഒരച്ഛൻ. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുമായിരിക്കും, പക്ഷേ അങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. ഈ കുട്ടിക്ക് സംഭവിച്ചത് സ്ത്രീധന പീഡനമാണ്. സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും ശിക്ഷാർഹമാണെന്നൊക്കെ പറയുമെങ്കിലും സ്ത്രീധനം ഇല്ലാതെ ഒരു കഥയില്ല, ഒരു കളിയില്ല, ഒരു കല്യാണമില്ല. ഇപ്പോൾ അതൊക്കെ മാറ്റിയിട്ടുണ്ട്. എൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന ഒരു സ്നേഹോപകാരമാണ് എന്നൊക്കെ ശരിയാണ്. സ്വർണവും കാര്യങ്ങളൊക്കെ നമുക്ക് ആ പെൺകുട്ടിയുടെ ഭാവിയിലേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യാനോ ബാക്കിയുള്ള ആവശ്യങ്ങൾക്ക് മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടാതിരിക്കാൻ ആ സ്വർണമൊക്കെ ഉപയോഗിക്കാം എന്ന് കരുതിക്കൊണ്ട് സ്ത്രീധനത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരുപാട് സ്ത്രീകൾ നമുക്കിടയിൽ ഇപ്പോഴും ഉണ്ട്. നിയമം എത്രയൊക്കെ സ്ട്രോങ് ആണെങ്കിലും സ്ത്രീപീഡനം അനുഭവിക്കുന്നവർ ഒരുപാടുണ്ട്. അങ്ങനെ സ്ത്രീപീഡനം അനുഭവിക്കുന്ന തൻ്റെ മകള് ഇനി എനിക്ക് ഈ ഒരു ജീവിതം വേണ്ടെന്ന് അച്ഛനോട് വിഷമിച്ച് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, നിനക്ക് പുതിയൊരു ജീവിതം നിന്റെ മുന്നിലുണ്ട്. സ്ത്രീധന പീഡനം സഹിച്ച് എൻ്റെ മകളോട് നിൽക്കേണ്ട ആവശ്യമില്ല, മകൾ ഇങ്ങോട്ട് പോന്നോളൂ എന്ന് അച്ഛൻ പറഞ്ഞു. വളരെ വലിയ രീതിയിലുള്ളൊരു പ്രോത്സാഹനമാണ് മകൾക്ക് കൊടുത്തത്. ഒരുപക്ഷെ ആ ഒരു വാക്ക് മാത്രം മതിയായിരിക്കാം ആ മകളെ സംബന്ധിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് കാലുവെച്ച് മുന്നോട്ട് പോകാൻ. ആ പെൺകുട്ടിക്ക് ഒരുപക്ഷെ അച്ഛൻ്റെ ആ ഒരു വാക്കുകൾ മാത്രം മതിയായിരിക്കും. ഭർത്താവിൻ്റെ വീട്ടിൽ പീഡനം അനുഭവിക്കുന്ന ആ സ്ത്രീ വളരെ സങ്കടത്തോടു കൂടി തൻ്റെ അച്ഛനെ വിളിച്ചു പറഞ്ഞു, അച്ഛ എൻ്റെ വീട്ടിൽ എങ്ങനെയാണ് അവർ സ്ത്രീധനം ചോദിച്ചു നിരന്തരം എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അച്ഛൻ അപ്പോൾ തന്നെ കാര്യം മനസ്സിലായി, എൻ്റെ മകൾ അവിടെ സേഫ് അല്ല, എൻ്റെ മകൾ അവിടെ സേഫ് അല്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛൻ നിർബന്ധിച്ചിട്ടാണ് മകളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നത്. മകൾ ഇനി ഒരു നിമിഷം പോലും നീ അവിടെ നിൽക്കണ്ട, നീ ഇങ്ങോട്ട് പോരൂ. അച്ഛൻ ആ മകളെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോന്നു. അച്ഛൻ്റെ നേതൃത്വത്തിലാണ് ഡിവോഴ്സ് വാങ്ങിച്ചു കൊടുക്കുന്നത്. അച്ഛനായ അനിൽകുമാറിൻ്റെ ഈ ഒരു പ്രവൃത്തി എല്ലാവരും കൈയടിച്ചുകൊണ്ടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെ പീഡനങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, ഒരുപാട് സഹോദരിമാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരുപക്ഷെ ഇതേപോലെയുള്ള ഒരു അച്ഛനുണ്ടെങ്കിൽ ഒരിക്കലും ഒരു മരണം തിരഞ്ഞെടുക്കില്ല. മരണം തിരഞ്ഞെടുക്കാനുള്ള കാരണം തിരികെ വരൂ എന്ന് പറയാൻ ഇതുപോലുള്ളൊരു അച്ഛനോ അമ്മയോ ഇല്ലാത്തതായിരിക്കാം. നീ അവിടെ സഹിച്ചു നിൽക്കൂ എന്ന് പറയുന്നതിന് പകരം നിനക്കൊരു വീടുണ്ട്, നിനക്ക് ഇങ്ങോട്ട് പോന്നൂടെ എന്ന് ചോദിക്കുന്ന അച്ഛനും അമ്മയായിരിക്കും എല്ലാ മക്കളും ആഗ്രഹിക്കുക. അങ്ങനെയുള്ള അച്ഛനമ്മമാരുടെ മക്കൾ ഒരിക്കലും മരണം തേടിപ്പോവില്ല. നീ തിരികെ പോരൂ മകളെ എന്ന് അനിൽകുമാർ പറഞ്ഞ് മകളെ തിരിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോന്നു. അനിൽകുമാറിൻ്റെ നിർബന്ധപ്രകാരം തന്നെ ഡിവോഴ്സ് വാങ്ങിക്കൊടുത്ത് ബാൻഡ് മേളത്തോടു കൂടി മകളെ വീടിനകത്തേക്ക് സ്വീകരിച്ച ഒരച്ഛൻ. തീർച്ചയായിട്ടും ആരച്ഛന് കൊടുക്കണ്ടേ കയ്യടി. ഈ ഒരു വാർത്ത നാട് മൊത്തം പരന്നപ്പോൾ അനിൽകുമാറിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് കേട്ടോ നാട്ടുകാർ മൊത്തം എത്തിയിരിക്കുന്നത്. ഡിവോഴ്സ് കിട്ടിയാൽ എന്താ, ഇതുപോലെ ഒരു അച്ഛനെ കിട്ടിയില്ലെന്നാണ് ഭൂരിപക്ഷം പേരും പറയുന്നത്. ഇങ്ങനെയുള്ള മാതാപിതാക്കളെ കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു സ്ത്രീക്കും ഇതുപോലെ സൂയിസൈഡ് ചെയ്യേണ്ടി വരില്ല. അവര് ഒരു ബാധ്യതയാകും എന്ന് കരുതിയിട്ട് പല പെൺകുട്ടികളും തൻ്റെ പ്രശ്നങ്ങളൊന്നും മാതാപിതാക്കളോട് പറയാതിരിക്കുമായിരിക്കും. പക്ഷേ ഒത്തുപോകില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒഴിഞ്ഞു പോകണം. ഇതാണ് മക്കളെ സ്നേഹിക്കുന്ന യഥാർത്ഥ അച്ഛൻ. എൻ്റെ മക്കളെ പൊന്നുപോലെ നോക്കി മറ്റൊരു വീട്ടിലേക്ക് വിവാഹം കഴിച്ചയക്കുന്നത് തന്നെക്കാളും നന്നായിട്ട് തൻ്റെ മക്കളെ അല്ലെങ്കിൽ തൻ്റെ മകളെ അവർ നോക്കും എന്ന് കരുതിക്കൊണ്ടാണ്, അല്ലാതെ അവിടുത്തെ വിഴുപ്പലക്കാനല്ല. അവരുടെയൊക്കെ പീഡനം സഹിച്ച് ജീവിതകാലം മുഴുവനും അവിടെ ജീവിച്ച് തീർക്കാനും വേണ്ടിയിട്ടുമല്ല. എല്ലാ അച്ഛന്മാർക്കും ഈ ഒരു അച്ഛൻ മാതൃകയാണ്.
ഈ അച്ഛൻ്റെ ഈ ഒരു തീരുമാനവും വളരെ സന്തോഷത്തോടു കൂടി മനസ്സറിഞ്ഞ് ഞാനും വളരെയധികം സന്തോഷിക്കുന്നു. വിവാഹം പോലെ തന്നെ ആഘോഷമാക്കേണ്ടതാണ് വിവാഹമോചനവും. എന്നാൽ ഒരു കാര്യം കൂടി പറഞ്ഞേക്കട്ടെ, വിവാഹമോചനം എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ കോമൺ ആണ്. ഒത്തുപോകാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡിവോഴ്സായി പോകും എന്ന് കരുതിക്കൊണ്ട് തീർച്ചയായിട്ടും ഒരു ഡിവോഴ്സിലേക്ക് പോകുന്നതിന് മുമ്പായി കൗൺസിലിംഗ് നിർബന്ധമായി എടുക്കണം. കൗൺസിലിംഗ് എടുത്ത ശേഷം പറ്റില്ല എന്നുണ്ടെങ്കിൽ പിരിയാം. പിന്നീട് കുറേ കാലം കഴിഞ്ഞ് ഒരുപക്ഷെ തോന്നരുത്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഡിവോഴ്സ് ഒഴിവാക്കാമായിരുന്നു എന്ന്. ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ട് നമ്മുടെ ബന്ധുക്കൾ വരും, നമ്മുടെ സുഹൃത്തുക്കൾ വരും, നമ്മുടെ പരിചയക്കാരെല്ലാവരും എത്തും. ആ സമയത്ത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നരുത് ശരിയാണ്, നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു എന്ന്. ഒരിക്കലും ഒരു സ്ത്രീയുടെ ജീവിതം അഡ്ജസ്റ്റ് ചെയ്യേണ്ടതല്ല എന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. എന്തായാലും ഈ ഒരു അച്ഛൻ എല്ലാവർക്കും മാതൃകയാണ്. ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടിയ ആ മകളും ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവതിയും. റിയലി ഗ്രേറ്റ് ഫാദർ. മകളുടെ സന്തോഷം ആഗ്രഹിക്കുന്ന എല്ലാ അച്ഛനമ്മമാരും ഇത് തന്നെ ചെയ്യണം. അല്ലാതെ എല്ലാം നിന്റെ വിധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കാതെ. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ.